അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കുഞ്ഞ് വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചോദിച്ച മറുപടിക്കൊക്കെ ഇതാ ഞാൻ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, അധികം വാട്സപ്പിലും അതുപോലെ ഈ വീഡിയോക്ക് ചോദിച്ചതാണ്, ഈ ചട്ടിയുടെ റേറ്റ് എത്രയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാ ഇതിൻ്റെ പ്രൈസ് 30 രൂപയാണ് കേട്ടോ. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. 30 രൂപയുള്ളൂ. അതുപോലെ തന്നെ മണി പ്ലാന്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, മണി പ്ലാന്റ് തൈ വെച്ച് കൊടുത്തൂടെ, ചെറിയ ചെറിയ തൈ വെച്ച് കൊടുത്തൂടെയെന്ന്. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ വലിയ തൈയാണ് വെച്ചിട്ടുള്ള ശീലം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം കുറച്ചൊക്കെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വെക്കുമ്പോൾ ഇനി ശ്രദ്ധിച്ചോളാം. അടുത്തന്നെ ക്വസ്റ്റ്യൻ, ഞാൻ ഈ പുല്ലിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു. ഇത് ഞങ്ങളെ ഫാമിലി ഫ്രണ്ടിൻ്റെ കടയായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് റേറ്റ് അത്യാവശ്യം കുറച്ചിട്ട് തന്നെയാണ് തന്നത്. ഇത് ഞാൻ വലിയ പീസായിട്ടൊന്നും വാങ്ങിയില്ല കേട്ടോ. കുറച്ചായിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളത്. ഇതിനേക്കാൾ കുറച്ച് വീതി കൂടിയെന്ന് മാത്രം, ബാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു പിന്നത്തെ ക്വസ്റ്റ്യന്. അപ്പോൾ കട്ട് ചെയ്തൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര കൊടുക്കുന്ന അളവ് അതിനനുസരിച്ച് മുറിച്ച് തരും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 260, 250 അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ നമ്മൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് കിട്ടും. ഇതപ്പോൾ കണ്ടില്ലേ, ഈ ചട്ടിയിൽ നന്നായിട്ട് വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അടുക്കളയിൽ ഈ ഒരു ഭാഗം ഒഴിവുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കച്ചറയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കില്ലേ. കച്ചറയൊന്നും വയ്ക്കില്ല, നമ്മൾ അടുക്കളത്തെ സാധനങ്ങൾ തന്നെ ഈ ഒരു ഭാഗം വയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വൈറ്റിൻ്റെ ചട്ടി പോലെ തന്നെയാണ് ഇതാ ഞാൻ ഈ ഒരു കളർ പിങ്ക് എടുത്തിട്ടുള്ളത്. ഇതും അതേ പ്രൈസ് തന്നെയാണ്, 30 രൂപ കേട്ടോ. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ കച്ചറകളൊക്കെ കുറേ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു, അത് വാട്സപ്പിൽ ചോദിച്ചിരുന്നു. പിന്നെ അതുപോലെ നേരിട്ട് ചോദിച്ച ആൾ അന്നത്തെ ബാക്കി മണി പ്ലാന്റ് എന്ത് ചെയ്തതാ, ഈ ഭാഗം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഡൈനിങ് ടേബിളിൻ്റെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, പിന്നെ ഞാൻ എത്ര അടുക്കള തുടച്ചിട്ടും കുഞ്ഞനീച്ച പോണില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. പറഞ്ഞുതരാമല്ലോ, ഇഷ്ടം പോലെ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ കുഞ്ഞനീച്ച പോകാൻ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ, അതായത് നമ്മൾ തുടയ്ക്കാനെടുക്കുന്ന വെള്ളത്തിൽ 1 2 കർപ്പൂരം കേട്ടോ, 3 ടിപ്പ് ഞാനിതിൽ പറയുന്നുണ്ട്. 1 2 കർപ്പൂരം പൊടിച്ച് അതിൽ കലക്കി കൊടുത്താൽ മതി. പിന്നീട് തുടച്ച് നോക്കിട്ടോ, ഒരിക്കലും കുഞ്ഞനീച്ചയോ വെല്ലീച്ചോ ഒന്നും വരില്ല, നല്ലൊരു എഫക്റ്റാണ്. എൻ്റെ സെക്കൻഡ് ടിപ്പ് കാണുന്നത് നമ്മൾ ഗ്രാമ്പുവാണ്. ഗ്രാമ്പു കുറച്ചെടുക്കുക, എന്നിട്ട് ചതച്ചിട്ട് വെള്ളത്തിൽ, നമ്മൾ തുടയ്ക്കണ വെള്ളത്തിൽ കലക്കിയിട്ട് തുടച്ചാൽ മതി. ഇതും നല്ലൊരു എഫക്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ വിനാഗിരിയാണ്. വിനാഗിരി ഒരു 1/2 ഗ്ലാസോളം തുടയ്ക്കണ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തുടച്ചാൽ എന്തായാലും കുഞ്ഞനീച്ചയോ വെല്ലീച്ചയോ ഒന്നും വരില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. Thank you.